അപ്പം ഞാൻ ഓർത്ത് ശരി ഇപ്പോൾ ഞാൻ കാരണം ഒരു വ്യക്തി ഇപ്പം അങ്ങനെ ഒരു ലൈഫിൽ നിന്ന് ഈ ഒരു റിയൽ ലൈഫിലോട്ട് വീണ്ടും പഴയ പോലെ വരുന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് ഈ പ്രൊമോഷൻ്റെ കാര്യങ്ങളൊന്നും മേടിച്ച് ഞാൻ ചെയ്യണ്ടല്ലോ, ചെയ്യണമെന്നില്ല, ചെയ്യുന്നവർക്ക് ചെയ്യാം, ഞാൻ ചെയ്യുന്നില്ല. ഞാൻ അന്ന് തീരുമാനിച്ചു വെറുതെ ഇത് നമ്മളിപ്പം ഇപ്പോൾ കഷ്ടപ്പെട്ട് ഒരു ദിവസം മൊത്തം ഫുള്ളും ജോലി ചെയ്ത് വരികയാണ്, ജോലി ചെയ്തിട്ട് വെറുതെ എന്തിനാ അവരുടെ മുമ്പ് വീണ്ടും ഞാൻ ഒരു പരസ്യം കൊണ്ടുവന്നു. ശരി കണ്ടന്റ് ഇല്ല, പക്ഷെ അവർ കുറച്ച് നേരത്തേക്കൊന്നും ചിരിക്കാനും മനസ്സോർന്നും ചിരിക്കാനും അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് ചുണ്ടിലൊരു പുഞ്ചിരിയെങ്കിലും വരുന്നില്ല, അതവരൊരു ഹാപ്പിനെസ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ എനിക്കിത് മതി. അല്ല അപ്പോൾ ഈ കുറച്ചുകൂടി പണം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ജീവിത സാഹചര്യം ഉണ്ടാവും, കുറച്ചുകൂടി സാധനങ്ങൾ മേടിക്കാം, കുറച്ചുകൂടി നല്ല ആക്സസറീസ് മേടിക്കാം, അങ്ങനെയൊന്നും ആലോചിക്കുന്നില്ല വെച്ചു. പക്ഷേ അവസാനം ഈ എൻ്റെയൊക്കെ ആകുമ്പോഴേക്കും ഇതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ ഈ കാത്തുസൂക്ഷിക്കുന്ന ഈ ഞാനിപ്പോൾ ഇത്ര വൃത്തിയായിട്ട് കൊണ്ടുപോകുന്ന ഈ ബോഡി പോലും അവസാനം കൊണ്ടുപോകാൻ പറ്റത്തില്ല, ജസ്റ്റ് ഒരു ആത്മാവായിട്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ മരിക്കാൻ നേരത്ത് പോലും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ വരണമെങ്കിൽ എനിക്ക് തോന്നുന്ന കാര്യങ്ങളേ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലേ? സാറ്റിസ്ഫാക്ഷൻ വേണം, അത് ശരീരത്തിനും വേണം മനസ്സിനും വേണം. എനിക്ക് മറ്റുള്ളവരെ കാണിച്ച് എനിക്ക് അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ, നമ്മൾ കംഫർട്ടബിൾ ആണോ, അതായത് നമുക്ക് നോക്കേണ്ടത്. എനിക്ക് പ്രൊമോഷൻ ചെയ്ത് നോക്കേ, എനിക്ക് 10 രൂപ എത്രയാണ് നമുക്ക് സമ്പാദിക്കുക, പക്ഷെ അത് സംഭവിച്ച് ഞാൻ ഓരോ കാര്യങ്ങളും മേടിച്ച് വെച്ചാൽ പക്ഷേ സ്റ്റിൽ ഞാൻ ഹാപ്പി അല്ലെങ്കിൽ അതിലൊന്നും അർത്ഥമില്ല. ജസ്റ്റ് അത് വെറും വസ്തുക്കൾ മാത്രമാണ്, മെറ്റീരിയൽസ് ആണ്, വിലയുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അതെനിക്കൊണ്ട് ഗുണമില്ല. ഞാൻ ഹാപ്പിയാണെങ്കിൽ എൻ്റെ മനസ്സ് ഹാപ്പിയാണ്, എൻ്റെ മനസ്സ് ഹാപ്പിയാണെങ്കിൽ ഞാൻ ഇതുപോലത്തെ വീഡിയോ ചെയ്തതാണ്. അത്ര തന്നെ. എന്താ പഠിച്ചത് ഇപ്പോൾ ശരിക്കും? ഞാൻ പഠിച്ചത് ബികോം ജയിച്ച് M.Com കയറി, പക്ഷെ M.Com പൊട്ടി. അപ്പോൾ ബുക്സൊക്കെ വായിക്കായിരുന്നു ഒരുപാട്, സെൽഫ് ഹെൽപ്പ് ബുക്ക്? ഇല്ല, ബുക്സ് ഒന്നും വായിക്കത്തില്ല. പിന്നെ എവിടെ നിന്നിട്ട് ഈ ജീവിത ദർശനമൊക്കെ? നമ്മൾ ഈ ഒത്തിരി മുകളിലോട്ടങ്ങ് ചിന്തിക്കണ്ട, കുറച്ച് നമ്മൾ ഇറങ്ങി ചിന്തിച്ച് ജസ്റ്റ് നമ്മൾ ഈ ചുറ്റും വന്ന് നമ്മൾ ചിന്തിച്ച് കണ്ണടിച്ചാൽ മതി. പല ജീവിതങ്ങളായിരിക്കും. അപ്പം ഈ പമ്പ് വർക്ക് ചെയ്യുന്ന നേരത്ത് എനിക്ക് പല ജീവിതങ്ങളും വന്നു പോയിട്ടുണ്ട്. അവർ ഓരോരുത്തരായിരുന്നു വന്ന് പറയുമ്പോൾ മനസ്സിലായി ശരി, ഞാൻ ഈ ജീവിക്കുന്ന ജീവിതം അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, പക്ഷെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്. ചില എന്നെക്കാളും താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല, പിന്നെ എനിക്കാണ് കുഴപ്പം. നമ്മൾ സന്തോഷം കണ്ടെത്തണം. ഞാൻ കണ്ടെത്തുന്നുണ്ട്, എനിക്ക് സന്തോഷം മതി. ഈ ഡാൻസ് എപ്പോൾ തൊട്ടാ തുടങ്ങി? ഡാൻസ് പറഞ്ഞൊരു അധികം നാളൊന്നും ആയിട്ടില്ല. ഈ വർഷം കണ്ടാണ് തുടങ്ങിയെന്ന് തോന്നുന്നു ഡാൻസ്. അപ്പോൾ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോഴൊന്നും ഡാൻസ് ചെയ്തിരുന്നില്ല? ഉണ്ട്. ആക്ച്വലി വീഡിയോ ചെയ്ത് തുടങ്ങി. സ്റ്റേജിൽ ഡാൻസ് ചെയ്തായിരുന്നു അപ്പോഴൊക്കെ? നീ കോളേജിൽ 5 വർഷം തകർത്ത് ഡാൻസ് ചെയ്തു. വെച്ചാൽ ചുമ്മാ ഈ ആർട്സിലേക്കും കോളേജിലേക്ക് വരുമല്ലോ, അപ്പോൾ ഞങ്ങളുടെ ഒരു ഡാൻസ് കാണും. അപ്പോൾ ഇവൻ ഫ്രണ്ട്സുമായിട്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം കാണിക്കും, അമ്മമാരും കൂടെ കാണും കട്ട സപ്പോർട്ടായിട്ട്. അങ്ങനെ കളിച്ച് സ്റ്റെപ്പ് ഇടുന്നൊക്കെ ഞങ്ങൾക്ക് തന്നെ ആയിരിക്കും, ആൽബം സ്റ്റെപ്പൊക്കെ ആയിരിക്കും. അങ്ങനെ അത് ചുമ്മാ എക്സ്പീരിയൻസ് ആയി, പിന്നെ അത് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്തു. അങ്ങനെ ഈ ഡാൻസ് ചെയ്യുമ്പോഴൊക്കെ പലപ്പോഴും ഷർട്ട്ലെസ് ഒക്കെ ആയിട്ട് ഡാൻസ് ചെയ്യും, ഷർട്ട് ഇടാണ്ടൊക്കെ ഡാൻസ് ചെയ്യും. ഇപ്പോൾ സാധാരണ നമ്മൾ അങ്ങനെ ഡാൻസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ നമുക്കൊരു വാർപ്പ് മാതൃക ശരീരങ്ങളുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? മറ്റേ ചെസ്റ്റ്, ആബ്സ് അങ്ങനെ ഉള്ള ആളുകളൊക്കെ അങ്ങനെ പോയിട്ട് ഡാൻസ് ചെയ്യുള്ളൂ. പക്ഷെ ബ്രോ ഭയങ്കര കെയർ ഫ്രീ ആയിട്ട്, ബ്രോന് വയറുണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ, എപ്പോഴും ഭയങ്കര ഈ അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്ലോസ് ഒന്നും ഇട്ടിട്ടായിരിക്കില്ല, റാൻഡ് ആയിട്ട് ഒരാൾ വന്ന് ഡാൻസ് കളിച്ചിട്ട് പോകണം. അത് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് വേണ്ടേ? നമ്മുടെ ശരീരത്തെ ആളുകളെ കാണിക്കാൻ ഒരു ഉള്ളിലൊരു ധൈര്യം വേണ്ടേ? അതെപ്പാ കിട്ടിയേ? നമ്മളായിട്ട് അങ്ങ് എക്സ്പെക്ട് ചെയ്യുക, മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് നമ്മൾ നോക്കരുത്, നമ്മളായിട്ട് എക്സ്പെക്ട് ചെയ്യുക. ഇപ്പം എനിക്ക് വേണ്ടി ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ ആവശ്യത്തിന് ഞാൻ വീഡിയോ ചെയ്ത് ഞാനത് അപ്ലോഡ് ചെയ്ത്, നിനക്ക് സന്തോഷമോ അല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അംഗീകരിക്കുക, ഇല്ലെങ്കിൽ തട്ടി വിടുക. സിമ്പിൾ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, നമ്മളിതാണ്, അല്ലെങ്കിൽ നമുക്കിതും എനിക്കിതും വേണം മാറാം, പക്ഷെ എനിക്ക് ഇതിനെല്ലാം കംഫർട്ട് ആണ്. ഓക്കെ. പിള്ളേരൊക്കെ പറയുന്നു തടി കുറയ്ക്കണം, വയറ് കുറയ്ക്കണം, ഞാൻ പറഞ്ഞിട്ട് ഒരു വീഡിയോ ആക്കാം. അപ്പൊ അതെന്തിനാ ചെയ്യുന്നത്? അത് ചെയ്യണമെന്നുണ്ട്, അത് ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. ആരോഗ്യത്തിന് വേണ്ടി. അതായത് ആളുകളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അല്ല, ഇപ്പം വെച്ചാൽ ഭയങ്കര ഈ ശ്വാസകോശം സ്പോഞ്ച് പോലുന്ന പോലെ വയ്യ, ഹെൽത്ത് പ്രോബ്ലം അതുപോലെ ഉണ്ട്. അതുകൊണ്ടാണ് പിന്നെ അത് വണ്ണം കുറയ്ക്കണം, തടി കുറയ്ക്കണം എന്നൊരു മൈൻഡ് സെറ്റ് വന്നത്. ഡോക്ടർ പറഞ്ഞു എടുത്തു, പുള്ളി എടുത്തോന്ന് പറഞ്ഞു, അതിൻ്റെ കറങ്ങി നിന്നിട്ട് പറഞ്ഞു, എടാ ഇതുപോലെയാണ് കാര്യങ്ങൾ, വയറും തടിയൊക്കെ ഒന്ന് കുറയ്ക്കണം. കാരണം ഇപ്പോഴിതൊക്കെ ഈ വയസ്സിൽ ഇതൊക്കെ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല പണി കിട്ടുമെന്ന് പുള്ളി തന്നെ എടുത്ത് പറഞ്ഞു. ഓക്കെ പറഞ്ഞപ്പോൾ ഒക്കെ ചെയ്യാമെന്ന് തോന്നി. അപ്പോഴേക്കാണ് വീടിൻ്റെ പണി വീണ്ടും രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടിയില്ല തുടങ്ങാൻ വേണ്ടി. ഇപ്പം വീഡിയോ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ. അതിനുശേഷമാണ് വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയത്. അങ്ങനെ എന്തൊക്കെ ജോലികൾ ചെയ്തിട്ടുണ്ട്? എന്തൊക്കെ ജോലി എന്ന് വെച്ചാൽ അച്ഛൻ്റെ കൂടെ ടൈൽസിന് പണിക്ക് പോയിട്ടുണ്ട്, പിന്നെ മൈക്രോ ഫിനാൻസ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഷൈമാസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ പമ്പിൽ വർക്ക് ചെയ്യുന്നു, കൂട്ടുകാരൻ്റെ കൂടെ AC വർക്കിന് പോയിട്ടുണ്ട്.
അങ്ങനെ ഓരോ വർക്കിന് പോയിട്ടുണ്ട്, ജോലിയിലത് വെറുതെ വീട്ടിൽ വന്നിട്ടുണ്ട് അങ്ങനെ. ഇപ്പൊ പമ്പയിലുള്ള ആളുകളൊക്കെ തിരിച്ചറിയാറുണ്ടോ? ആ മറ്റേ വീഡിയോ നേട്ടനല്ലേ ഉണ്ട്. അവരൊക്കെ വരും, കാറിലേക്ക് വരുമ്പോൾ ഒരു നോക്കും, ഇതല്ലേ ചേട്ടനല്ലേ നോക്കും, അതെ ആണെന്നൊക്കെ പറയും. ചിലപ്പോൾ ഫോട്ടോ എടുത്തിട്ടു, ചിലപ്പോൾ ഒക്കെ നല്ല വീഡിയോസ്, ഇത് നേരത്തെ നല്ല വീഡിയോസ് ആണ്, ഇതെല്ലാം കണ്ടിന്യൂ ചെയ്യുക എന്നൊക്കെ പറഞ്ഞവരൊക്കെ പറഞ്ഞിട്ടു. ഒരു ഹാപ്പിനെസ്. ഈ അമൃത ടിവിയിൽ ഒരു ഷോയിൽ പോയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, അതും ഭയങ്കര വ്യൂവും ഭയങ്കര അഭിപ്രായമൊക്കെ വന്നിട്ടുണ്ട്. മുത്തേ നിന്നെ സ്നേഹിച്ചിട്ട് എന്തെന്ന് പറയണ അതില് ഈ ഒരു കുയില് കൂവുന്നുണ്ടല്ലോ, അതിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് കൂവാം. അത് എവിടുന്ന അതൊക്കെ കിട്ടുന്നത്? ഇല്ല, അത് കേട്ടപ്പോ തോന്നി കൂവിയാക്കാന്ന് തോന്നി. പക്ഷെ എനിക്ക് ബ്രോ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, ജിം കാരി എന്ന് പറഞ്ഞിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടർ ഉണ്ട്, ഫേസ് ഒക്കെ വെച്ച് മാസ്ക് ഒക്കെ ചെയ്യുന്നത്. അദ്ദേഹമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അതായത് വിഷ്വൽ ഒന്നായിരിക്കും, ബാക്ക്ഗ്രൗണ്ട് ഗൈ എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് തന്നെ ഉണ്ട്. അതായത് വിഷ്വൽ ഒന്നായിരിക്കും, പക്ഷെ വേറെ തന്നെ കാര്യങ്ങൾ അയാൾ ചെയ്തോണ്ടിരിക്കുക ആസ് ആൻ ആക്ടർ. നമുക്ക് ഭയങ്കര ചിരി വരും. ഞാൻ അതിനുശേഷം ലിറ്ററലി അങ്ങനെ ഒരാൾ ചെയ്യുന്നത് ഇങ്ങനെ ഈ ട്രോളിൽ വരാറുണ്ട്. ഇത് ട്രോളിൽ ഈ വിഷ്വലും സൗണ്ടും കൂടി മിസ്മാച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് ഒരാൾ റിയൽ ലൈഫിൽ അത് നിന്ന് പെർഫോം ചെയ്യുന്നത് ഞാൻ കാണുന്ന ആദ്യമായിട്ടാണ്. ഈ കുയിലിനെ എവിടെ നിന്ന് കിട്ടിയത്? കുയിലിന് പുള്ളിയുടെ വീഡിയോ കണ്ട്, പുള്ളി ഇതുപോലെ ജസ്റ്റ് ഡബ് ചെയ്ത് പോകുന്നു. ശരി, ആരും കുയിലിനെ കൂവുന്നില്ല, കുയിലിനെ കൂവിയാക്കാന്ന് വെച്ച് കൂവിയ. അങ്ങനെ 3 കൂവലുണ്ട്, 4ത്തെ കൂവലിന് കൂവലില്ല. ശരി, അതും കൂടെ കൂവിയിട്ട് കിട്ടിയില്ല എന്ന രീതിയിൽ നമുക്ക് അടുത്തത് തുടങ്ങാന്ന് വെച്ച് അങ്ങനെ തുടങ്ങിയത്. 2-3 ടേക്ക് പോയപ്പോഴേക്കും കൂവ് കിട്ടുന്നില്ല, ബാക്കി കിട്ടുന്നുണ്ട്, കൂവല് മാത്രം കിട്ടുന്നത്. അങ്ങനെ അവസാനത്തെ ടേക്കാണ് അപ്ലോഡ് ചെയ്തത്. പാടുമായിരുന്നോ? ചെറുതൊക്കെ പാടുമായിരുന്നു. എന്തായിരുന്നു പാടുമായിരുന്നത്? സിനിമ പാട്ടായിരുന്നോ, നാടൻ പാട്ടായിരുന്നോ? ഇല്ല, നല്ല പാട്ടുകളെടുത്ത് നമ്മൾ നല്ല രീതിയിൽ പാടി. അവരവസാനം പറയും, വേണ്ട നീ അതിൽ മാത്രം കൈ വെക്കരുത്, അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടിൽ മാത്രം കൈ വെക്കരുത്, വേറെ നീ എന്തുകൊണ്ട് ചെയ്തോളാം പറഞ്ഞു. അച്ഛന് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള പാട്ട് ഏതാ? കോൺഫിഡൻസ് ഉള്ള പാട്ടൊന്നും അങ്ങനൊന്നും ഇല്ല നമുക്കിപ്പം. എന്നാ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് പാട്. ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് പാട്. അങ്ങനെ ഏറ്റവും ഇഷ്ടം ഇപ്പം അതൊരു ഓരോ മൂടനുസരിച്ചിരിക്കും. ഇപ്പം നല്ല മൂടാണെങ്കിൽ നല്ല ചെറിയ പാട്ടൊക്കെ കിട്ടും, കലിപ്പുണ്ടെങ്കിൽ നല്ല കലിപ്പ് പാട്ട് ഇങ്ങനെ കിട്ടും. എന്താ സന്തോഷമുള്ള സമയത്ത് ഒരു പാട്ട് പാടണമെങ്കിൽ ഏത് പാട്ട് പാടും? സന്തോഷമുള്ള സമയത്ത് 3, 4. നീ ഉലാവുമ്പോൾ സ്വർഗം മണ്ണിൽ വിരിയുന്നു, നീ ഉലാവുമ്പോൾ സ്വർഗം മണ്ണിൽ വിരിയുന്നു, മാഞ്ഞു പോയൊരു പൂക്കാലം പോലെ. ബാക്കി പാടിയ സോറി, നല്ല പാട്ടൊക്കെ ആയിരുന്നത്.